നമസ്കാരം. ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഈശ്വര ഉപാസന ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ഒരു തയ്യാറെടുപ്പുകളുടെ ആവശ്യമില്ല. എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ഈശ്വര ഭജനം നിർവഹിക്കാവുന്നതാണ്. ഹരിനാമ കീർത്തനത്തിൽ ആചാര്യൻ പറയുന്നുണ്ട്, ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബദ, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന്, നാരായണച്യുത ഹരേ എന്നതിനൊരുവ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്. അതിന് പ്രത്യേകമായ ഒരു സ്ഥല സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. എവിടെ ഇരുന്നും ഈശ്വര ഭജനം ചെയ്യാവുന്നതാണ്. പ്രത്യേകമായിട്ട് കൂട്ടുകെട്ടുകളുള്ള പൂജാമുറി പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ സേവിക്കാവൂ എന്നില്ല. എവിടെ ഇരുന്നും ഭഗവത് ഭജനം ചെയ്യാവുന്നുള്ളതാണ്. ചില ഭാരങ്ങൾ വേണ്ടതിന്, ഭാരങ്ങൾ, അതിന് തയ്യാറെടുപ്പുകൾ. തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ 3-4 ദിവസത്തേക്ക് ആവശ്യമുള്ളതായ വസ്ത്രങ്ങളൊക്കെ ഭാണ്ഡക്കെട്ടാക്കി പണ്ട് കാലത്ത് കൊണ്ടുപോകുന്നത് പോലെ ഭാണ്ഡമൊന്നും കെട്ടിപ്പെറുക്കി കൊണ്ടുപോകേണ്ടതില്ല. നിജധാരങ്ങൾ വേണ്ടതിന്, ഭാര്യ പോലും അതിനാവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈശ്വര സേവ ചെയ്യുന്നത്, ഒരു യജ്ഞം നടക്കുമ്പോൾ അതിലേക്ക് യജ്ഞാധികാരി അദ്ദേഹത്തിൻ്റെ പത്നി കൂടെ ഉണ്ടാകണം. പക്ഷേ നാമം ജപിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല. നീരിനു വേണ്ട വെള്ളം പോലും വയ്ക്കേണ്ടതായ ആവശ്യമില്ല. ഭഗവാന്റെ തിരുസവിധത്തിലിരുന്ന് നാമം ജപിക്കുമ്പോൾ തീർത്ഥം വയ്ക്കുക, നിത്യം വയ്ക്കുക, അങ്ങനെയൊന്നുമില്ല. നാമം ജപിക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. അതിന് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു മനസ്സും, നല്ലൊരു മനസ്സും നാവും മാത്രമേ ആവശ്യമുള്ളൂ. മനസ്സുണ്ടെങ്കിൽ നാമം ജപിക്കാം. നാമം ജപിക്കുന്നതിന് നാവ് വേണം. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ. കലിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവുതവ. പലതും പറഞ്ഞിട്ട്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കളിതമാശകൾ പറഞ്ഞ് സമയം കളയുന്നതായ സമയത്ത് ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതാണ് മോക്ഷപ്രദം. കലികാലത്ത് പ്രത്യേകിച്ച് മോക്ഷപ്രദമായിരിക്കുന്നതായ കാര്യം തിരുനാമം ജപിക്കുക എന്നതാണ്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനം ഇതതിനായി വരയണമിക. കാരണം എന്താ? കലിയായ കാലം ഇതിലതുകൊണ്ട് മോക്ഷഗതി. നാമം ജപിക്കുന്നത് കൊണ്ട് മാത്രമേ മോക്ഷം ലഭ്യമായി തീരുകയുള്ളൂ. ആ മോക്ഷമാണ് ധർമാർത്ഥ കാമ മോക്ഷം. അതിൽ ധർമ്മം ചെയ്ത് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ധർമ്മത്തിന് നീതിക്ക് നിരക്കുന്നതായ കാര്യങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വര സേവ ചെയ്ത് മോക്ഷപ്രദമായ മാർഗത്തിൽ കടക്കുക. അതിന് നാമജപമല്ലാതെ മറ്റൊന്നുമില്ല എന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ ജപിക്കുക. അതിനൊരു മനസ്സ്, നല്ലൊരു മനസ്സ് വേണം, ചഞ്ചല്യമില്ലാത്ത ഒരു മനസ്സ്. ഇന്ന് നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, നാളെ കൃഷ്ണക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നല്ലതാണ്. പക്ഷേ ഉപാസന ഒന്ന് മാത്രമാണ്. ഏതൊരു ദേവനെയാണോ ദേവിയാണോ പ്രാർത്ഥിക്കുക, ആ ഉപാസനയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ളതായ അഭീഷ്ടങ്ങൾ സാധ്യമായി തീരും. മനസ്സ് ശാന്തമാവുക. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, മനസ്സ് നിർമ്മലമാക്കുക, ചിത്തശുദ്ധി വരുത്തുക. ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധമായിരിക്കുന്നതായ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുന്നു. ഭഗവാൻ മനസ്സിൽ കുടികൊള്ളുമ്പോൾ സർവ്വ അഭീഷ്ടവും നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനാണ്. ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും. ആഗ്രഹമുണ്ടാകണം, മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഭഗവാനെ കുറിച്ചുള്ളതായ കഥകൾ കേൾക്കാൻ, തിരുനാമങ്ങൾ കേൾക്കാൻ, അത് മനസ്സിൽ ആഗ്രഹമുണ്ടാകണം. ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും. അങ്ങനെ കേട്ട് വരുമ്പോൾ സ്വച്ഛമായി തീർന്നിടും ചിത്തവും അതിനാലേ. അങ്ങനെ കേട്ട് വരുമ്പോൾ മനസ്സ് നിശ്ചലമാകും, നിർമ്മലമാകും. സ്വച്ഛമായി തീർന്നിടും ചിത്തവും അതിനാലെ. അങ്ങനെ നിശ്ചലമായിരിക്കുന്ന മനസ്സിൽ നിശ്ചയമകതാരിൽ അച്യുതൻ വസിച്ചിടും. ആ മനസ്സിൽ
ഭഗവാൻ കുടികൊള്ളും. അങ്ങനെ ഭഗവാൻ മനസ്സിൽ കുടികൊണ്ടാൽ വിശേഷ സൗഖ്യം തരും. എല്ലാ വിധത്തിലുള്ളതായ സുഖവും സമാധാനവും നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനാണ്. അല്ലാതെ വേറെ ആർക്കും സുഖത്തെ തരുവാൻ, സമാധാനത്തെ തരുവാൻ സാധ്യമായി തീരുന്നതല്ല. കടയിൽ ചെന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ സുഖം, സമാധാനം എന്ന് പറയുന്നത്. ജന്മം നൽകിയ മാതാവിനോ പിതാവിനോ സാധ്യമല്ല നമുക്ക് മനസ്സിന് സന്തോഷം തരുക എന്നത്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതിനുള്ള ഉപാധിയാണ് ഈശ്വര സേവ എന്ന് പറയുന്നത്. താൽക്കാലികമായ സുഖങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഇത് നിതാന്തമായ സുഖമാണ് തരുന്നത് ഭഗവാൻ. ആ സുഖം ലഭ്യമാകണമെങ്കിൽ ഈശ്വര ഉപാസന ആവശ്യമാണ്. എപ്പോഴും ഭഗവാനെ ജപിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭഗവത് ഭജനമല്ലാതെ മറ്റൊന്നുമില്ല ശാശ്വത ശാന്തി ലഭ്യമാകുക. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടും, അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടും, നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചും, കരങ്ങൾ കൊണ്ട് ഭഗവാന് പാദസേവ ചെയ്തും, പാദങ്ങൾ കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തും, ശിരസുകൊണ്ട് ഭഗവാനെ നമിച്ചും, സർവാത്മന ഈ ശരീരം തന്നെ ഭഗവാന് സമർപ്പിച്ച് ധന്യരായി തീരുക. ഭഗവാന്റെ കൃപാകാരുണ്യ കടാക്ഷമാണ് ഈ ജന്മം എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ കയ്യിൽ കിടന്ന് കളിക്കുന്ന വെറും കളിപ്പാട്ടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്ന സത്യം മനസ്സിലാക്കി. ഓരോ അംഗങ്ങൾ കൊണ്ടും ഭഗവാനെ സേവിക്കാൻ സാധ്യമായി തീർന്നില്ല എങ്കിൽ ഈ ജീവിതം മരപ്പാവയ്ക്ക് തുല്യമാണ്. ഒരു പ്രയോജനമില്ലാത്തതായി തീരുകയാണ്. മറ്റുള്ള ജീവികളൊക്കെയും തീറ്റ തേടിപ്പോകുന്നു, ഇണയെ കണ്ടെത്തുന്നു, കൂടുകൂട്ടുന്നു, സന്തതി പരിപാലനം ചെയ്യുന്നു. ഇതൊക്കെ മറ്റുള്ള ജീവികളും ചെയ്യുന്നുണ്ട്. മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമല്ല അതൊന്നും. പക്ഷെ അവയിൽ നിന്ന് വ്യത്യസ്തം മനുഷ്യൻ എന്ന് പറയുന്നത് ഈശ്വരനെ സേവിക്കാൻ ഉള്ളതായ ഒരു മനസ്സ്, മനനം ചെയ്യാനുള്ളതായ കഴിവ് മർത്യനുള്ളത് കൊണ്ട് കിട്ടിയിരിക്കുന്നതായ കഴിവിനെ വെറുതെ കളയാതെ, ഭഗവാൻ തന്നതാണ് ഈ ജന്മം, ഭഗവാന്റെ കൃപയാണ് ഈ ജന്മം, ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് സേവാരതരായി വർത്തിക്കുവാൻ സാധ്യമായി തീരട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും ഇത് ഇഷ്ടമായി എങ്കിൽ തുടർന്ന് ഹരിനാമ കീർത്തനത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനം നൽകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സജ്ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുവരികിൽ, ഇഷ്ടമാണ് എന്നുവരികിൽ ലൈക്ക് ചെയ്ത് അതിനുള്ളതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും ഹരിനാമ കീർത്തനത്തിലെ മറ്റ് പദ്യങ്ങൾ കൂടി, ശ്ലോകങ്ങൾ കൂടി ചൊല്ലി നമുക്കതിൻ്റെ അർത്ഥവ്യാപ്തി എത്രമാത്രമാണ് എന്നത് മനസ്സിലാക്കാം. സജ്ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ അഭിപ്രായം അറിയിക്കുക. സ്നേഹാദരങ്ങളോടെ